ആലപ്പുഴയിൽ പക്ഷിപ്പനി പടരുന്നു. ആദ്യം 2 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനി ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. രോഗം ബാധിച്ച സ്ഥലങ്ങളിലൊക്കെ പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നുണ്ട്. പക്ഷിപ്പനി വ്യാപിക്കുന്നതോടെ ആരോഗ്യവകുപ്പും കടുത്ത ജാഗ്രതയിലാണ്. ഏറ്റവും ഒടുവിൽ വെട്ടിയാറിലാണ് പക്ഷിപ്പനി ബാധ സംശയിക്കുന്നത്. വെട്ടിയാറിലെ പെരുവേലിച്ചാൽ പാടശേഖരത്തിൽ തീറ്റാൻ കൊണ്ടുവന്ന 10,000 താറാവുകൾ പകുതിയോളം ചത്തു. തിരുവല്ലയിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ പക്ഷിപ്പനിയാണെന്ന് സംശയിക്കത്തക്ക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭോപ്പാലിൽ നിന്ന് ഫലം വന്നാലേ ഔദ്യോഗികമായി സ്ഥിരീകരണം വരൂ. 10,000 താറാവിനെ ഇറക്കിയത് ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട്. അതിപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിനെ ഒരു 3 ഇഞ്ചക്ഷൻ ചെയ്തപ്പം മുതൽ ഇപ്പോൾ ഒരാഴ്ചയായി. അത് അന്ന് മുതൽ പിറ്റേന്ന് മുതൽ 10-25 താറാവ് വീതം അങ്ങനെ 2750 എണ്ണം ചത്തിട്ടു. നേരത്തെ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചെറുതനയിലും എടത്വയിലും മുട്ടാറിലും അമ്പലപ്പുഴയിലുമൊക്കെ പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടികൾ പൂർത്തിയായി വരുന്നു. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നതെങ്കിലും രോഗം പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. രോഗബാധിത മേഖലയിൽ പനിയുടെ ലക്ഷണമുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ സെന്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.